All of you, welcome back to another session of your sociology classes. Session topic name: examine the role of public sector in the context of globalization. Role of public sector or role of public agencies in the context of globalization. That is the subject matter. You see, as we know that in 1991, India opened up its economy and started the process of globalization. But also, through the same changes in economic policies, we embraced privatization. Up until then, in the post-independence period, the public sector was an integral part of the development and progress of our country. എന്താ ഇതിൻ്റെ ആശയം? നമുക്ക് എവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1991 പുതിയ ലിബറലിസം, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്ന രീതിയിൽ എക്കണോമിക് പോളിസിയിൽ തന്നെ കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് 1991 ആവിഷ്കരിച്ച പുതിയ ഒരു എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് വന്നതാണ് ഗ്ലോബലൈസേഷൻ. അത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തുറന്നു തന്നത് പുതിയ പുതിയ മേഖലകളായിരുന്നു. അങ്ങനെ ഗ്ലോബലൈസേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലൂടെ ഒരുപാട് ചേഞ്ചസ് ആണ് ഇവിടെ വന്നത്. എവിടെയാണ് പ്രധാനമായും അത് നിഴലിച്ചത്? എക്കണോമിക് പോളിസീസിൽ. അതിലൂടെയാണ് പ്രൈവറ്റൈസേഷൻ, ദെൻ ഗ്ലോബലൈസേഷൻ, ദെൻ ലിബറലൈസേഷൻ എന്ന ആ ഒരു ആശയത്തിന് പ്രസക്തി വന്നു ചേർന്നതും. അങ്ങനെ പ്രൈവറ്റൈസേഷനെ നാം ഏറ്റെടുത്തു. അതിനുശേഷം ഇങ്ങോട്ട് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാലയളവിലൂടെയൊക്കെ നാം നോക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൂടെയൊക്കെ നാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പബ്ലിക് സെക്ടർ അല്ലെ ഗവൺമെൻറ് ഏജൻസീസ് എന്ന രീതിയിൽ പബ്ലിക് സെക്ടറിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഒരു ഇൻ്റഗ്രൽ റോൾ വഹിക്കാനുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. Up until then, the post-independence period, the public sector was an integral part of the development and progress of our country. The government took the responsibility of investing huge capital in infrastructure and manufacturing industries. The private sector was not equipped to handle such immense projects with a heavy capital inflow and long gestation periods. So, the central and the state governments relied on public enterprises to provide these services to the economy. അതായത് ഗ്ലോബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് 91 പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഗവൺമെൻറ് ഏറ്റെടുത്ത ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലും ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോഴേക്കും രണ്ടു കൂട്ടർക്കും, പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് ഇത്രത്തോളം ഹ്യൂജ് എമൗണ്ട് എടുത്ത് അവർക്ക് വലിയ വലിയ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശേഷി അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ഇമ്മൻസ് പ്രോജക്റ്റിലേക്ക് എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടത്ര രീതിയിലുള്ള ഹ്യൂജ് എമൗണ്ട് മുടക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഹെവി പ്രോജക്റ്റിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലൂടെ റിസൾട്ട് എന്നത് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് കിട്ടുകയുമില്ല. അതിൻ്റെ കംപ്ലീഷൻ തന്നെ ഒരുപാട് കാലയളവ് എടുത്തുകൊണ്ടായിരിക്കും. ലോങ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. അതായത് തുടങ്ങി വെച്ചു, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ കണ്ടിന്യൂവേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പിന്നെയും കുറേ നാളുകൾക്ക് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അത് ലാഭകരമായിരിക്കില്ല, അവരത് ഏറ്റെടുക്കില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ഈ ഒരു പ്രോസസ്സ്, ഇൻഫ്രാസ്ട്രക്ചറിൻ്റേതായ ആ റെസ്പോൺസിബിലിറ്റി അത് ഗവൺമെൻറ് തന്നെ അവിടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സോ the central and the state governments relied on public enterprises to provide these services to the economy. അതുകൊണ്ട് ഈ മേഖലകളിലൊക്കെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ കേസിലൊക്കെ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നത് അത് ഏറ്റെടുക്കുവാനായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ഉള്ളവർ തയ്യാറാവില്ല. ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം അതാർക്കായിരിക്കും? അത് പബ്ലിക് എൻ്റർപ്രൈസസിന് ആയിരിക്കും എന്നുള്ളതാണ്. സോ വാട്ട് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ? Let us first understand the importance and the role of the public sector undertaking in our economy. These are the reasons that till early 1990, the public sector dominated our economy over the private sector. അതായത് പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യത്തിലേക്ക് നാം നോക്കുമ്പോൾ 1990 വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക നയങ്ങൾ അത് മാറി 1991 ആയപ്പോഴേക്കും ആ സാമ്പത്തിക നയത്തിനെ പൊളിച്ചെഴുതുകയാണ്.
അങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പബ്ലിക് സെക്ടറിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രസക്തി പ്രാധാന്യം എന്തൊക്കെയാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന സംരംഭങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ 1990 എന്നുള്ള ആ ഒരു പീരീഡിൽ എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പബ്ലിക് സെക്ടർ ആയിരുന്നു നമ്മുടെ എക്കോണമിയെ പരിപൂർണമായി നിയന്ത്രിച്ച് പോന്നിരുന്നത്. അത് പ്രൈവറ്റ് സെക്ടറിൻ്റെ മേലിൽ തന്നെ പബ്ലിക് സെക്ടറിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നറിയാമോ? അതായത് റോൾ ഓഫ് പബ്ലിക് ഏജൻസീസ് ഇൻ ഗ്ലോബലൈസേഷൻ എന്ന രീതിയിൽ നാം വിശകലനം ചെയ്യുമ്പോൾ അതിലെ പ്രധാനമായിട്ടും എന്തുകൊണ്ട് പബ്ലിക് ഏജൻസീസിന് തീർച്ചയായിട്ടും വൻകിട സംരംഭങ്ങളെല്ലാം ഉയർന്ന മുതൽ മുടക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ളവർ മുന്നോട്ട് വരില്ല. ആയതുകൊണ്ട് അവിടെ പബ്ലിക് സെക്ടർ ഉണ്ടായേ തീരൂ. സോ എന്തിനു വേണ്ടി? ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. In a newly independent country with a nascent economy, it is not suitable for private enterprises to invest huge capitals into infrastructure projects. So this responsibility falls to the public sector. അതായത് നമ്മളൊന്ന് നോക്കിയാൽ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രി, അതായത് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് ശേഷം, ആ സ്വാതന്ത്ര്യം ലഭ്യതിന് ശേഷം നമ്മുടെ എക്കോണമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വികസനത്തിൻ്റെ തോതിലേക്ക്, മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് തികച്ചും ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ അതൊന്നും അവരെ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും പബ്ലിക് സെക്ടറിലേക്കാണ് വന്ന് പതിക്കുക. So this responsibility falls to the public sector, and the development of the infrastructure is absolutely essential for the development of an economy. ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഏതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവണം? ഇൻഫ്രാസ്ട്രക്ചർ. അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? പബ്ലിക് സെക്ടറിനും. ഫോർ എക്സാമ്പിൾ, all the rail, road and air transport projects were carried out by public sector undertakings in the post-independence era. അപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ കാലം മുതൽ നാം ഇങ്ങോട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രോജക്റ്റുകളെല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് ഇതിലുള്ളത്. റെയിൽ പ്രോജക്റ്റ്, റോഡ് പ്രോജക്റ്റ്, എയർ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ്, ഇവയെല്ലാം ആരാണ് നിർവഹിച്ചു പോരുന്നത്? പബ്ലിക് സെക്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, റീജിയണൽ ബാലൻസസ്. അതിലേക്ക് വേണ്ടിയിട്ട് ആരുടെ ഇടപെടൽ ഉണ്ടാകുന്നു? പബ്ലിക് സെക്ടറിൻ്റെ ഇടപെടൽ. ഓക്കെ, അതായത് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ടെൻഡ് ടു ഫോക്കസ് ഓൺ ഇൻഡസ്ട്രിയൽ ഏരിയാസ്. പ്രൈവറ്റ് സെക്ടർ എവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ. അപ്പോൾ ഇത് എന്തിലേക്ക് വഴിതെളിക്കും? ദിസ് റിസൾട്ട് ഇൻ ദ ബാക്ക്വേർഡ് ഏരിയാസ്. ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ അവർ വഴിതെളിക്കുമ്പോൾ, അവർ മനസ്സ് വയ്ക്കുമ്പോൾ ഇത് ചില മേഖലകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകും. അത് സ്മാളർ ടൗൺസ്, സ്മാളർ വില്ലേജസ്, അവയെല്ലാം പരിപൂർണമായും എക്കണോമിക് ഗ്രോത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നുള്ളതാണ്. So this results in the backward areas and the smaller towns and villages to be excluded from the economic growth. But the government can ensure that growth happens throughout the country in a balanced manner. അപ്പോൾ എന്നാൽ ഗവൺമെൻറ്റാണ് ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് തീർച്ചയായിട്ടും രാജ്യത്തിലെ എല്ലാ മേഖലകളെയും, അതായത് സിറ്റി ഏരിയ, ടൗൺ ഏരിയ, അതേപോലെ തന്നെ റൂറൽ ഏരിയ, അപ്പോൾ അത് റൂറൽ ഏരിയയിലെ എക്കണോമിക് ഗ്രോത്ത് ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യാതെ എല്ലാ ഭാഗങ്ങളെയും ഒരേപോലെ ടച്ച് ചെയ്ത് മുന്നോട്ട് ബാലൻസ്ഡ് മാനറിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ പബ്ലിക് സെക്ടേഴ്സ് സെറ്റപ്പ് യൂണിറ്റ്സ് ആൻഡ് ഫാക്ടറീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. അപ്പോൾ അവിടെ ആര് മുന്നോട്ട് വരുന്നു? പബ്ലിക് സെക്ടർ. എന്ത് ചെയ്യുന്നു? യൂണിറ്റ്സ്, ഫാക്ടറീസ് ബാക്ക്വേർഡ് ഏരിയാസിൽ സെറ്റപ്പ് ചെയ്യുന്നു. അതിലൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് കൊണ്ടുവരുവാനും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആ ഏരിയാസിലെല്ലാം ഉറപ്പുവരുത്തുവാനും എല്ലാം വഴിതെളിക്കുമെന്നുള്ളതാണ്. ദ പോയിൻ്റ് ഈസ് പബ്ലിക് സെക്ടർ സെറ്റപ്പ് യൂണിറ്റ്സ് ആൻഡ് ഫാക്ടറീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ് bring employment opportunities and economic development to such areas. Then last point, check on the concentration of economic power. ഒരു രാജ്യത്തിൻ്റെയും സാമ്പത്തികമായിട്ടുള്ള ആ ഒരു പവർ, അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ആരുടെ എക്സിസ്റ്റൻസ് ഉണ്ടാവണം? പബ്ലിക് സെക്ടറിൻ്റെ. When the private sector sometimes the wealth gets concentrated in the hands of a few. അതായത് പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കിട്ടിയാലുള്ള കുഴപ്പം എന്താ? അവിടെ പണമുള്ള കുറേ ആൾക്കാർ
അതായത് പ്രൈവറ്റ് സെക്ടറിൽ പണമുള്ള കുറേ ആൾക്കാരെന്ന് പറയുമ്പോൾ പണം കയ്യിൽ വന്നു ചേരുന്ന പ്രൈവറ്റ് സെക്ടറിലുള്ള വളരെ കുറച്ച് പേര് മാത്രമേ അവിടെ കാണുകയുള്ളൂ. അവരുടെ കയ്യിൽ വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ സംടൈംസ് പ്രൈവറ്റ് സെക്ടർ ദ വെൽത്ത് ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. വളരെ കുറച്ച് പേരുടെ കരങ്ങളിൽ മാത്രമായിരിക്കും പ്രൈവറ്റ് സെക്ടറിൽ വെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തില്ല. അപ്പോൾ ഇതെന്തിന് ഇടയാക്കും? ദിസ് മേ ലീഡ് ടു ദി മൊണോപ്പൊളിസ്റ്റിക് ടെൻഡൻസീസ്. ഒരാൾ അവിടെ ആധിപത്യ മനോഭാവത്തോടുകൂടി ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ അങ്ങ് തഴച്ചു വളരാനിടയാകും. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. അപ്പോൾ സാമ്പത്തികമായ അധികാരങ്ങളും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആധിപത്യ മനോഭാവവും അവരിൽ വന്ന് പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദ പബ്ലിക് സെക്ടർ ഹെൽപ്സ് കീപ് ദിസ് ഇൻ ചെക്ക്. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് പരിശോധനാത്മകമായി ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കും. ദ ഇൻകം ജനറേറ്റഡ് ബൈ എ പബ്ലിക് എൻ്റർപ്രൈസ് ഈസ് ഷെയർഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇപ്പോൾ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ പക്കൽ ഇൻകം ഉണ്ടായാൽ ആ ഇൻകം എന്ത് ചെയ്യാം? അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം അവർക്ക് ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുവാനും അതുപോലെ തന്നെ അത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് എക്കണോമിക് ഈക്വാലിറ്റി ഉറപ്പുവരുത്തുവാനും കഴിയുമെന്നുള്ളതാണ്. ദ പോയിൻറ്റ് ഈസ് ദ ഇൻകം ജനറേറ്റഡ് ബൈ എ പബ്ലിക് എൻ്റർപ്രൈസ് ഈസ് ഷെയർഡ് ബൈ എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ആൾസോ ദ പബ്ലിക് അറ്റ് ലാർജ്. ദിസ് ഹെൽപ്സ് റീസ്റ്റോർ സം എക്കണോമിക് ഈക്വാലിറ്റി. അപ്പോൾ എക്കണോമിക് ഈക്വാലിറ്റി റീസ്റ്റോർ ചെയ്യുവാനായിട്ട് ഇത് സഹായകമാകും എന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് പബ്ലിക് ഏജൻസി ഓർ പബ്ലിക് സെക്ടർ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്താൽ മാത്രം പോരാ, വീഡിയോ ലൈക്ക് ചെയ്യുകയും വീഡിയോയെ സംബന്ധിച്ച് ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരു കമൻറ്റ് രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നിങ്ങളൊരാൾ ഈ ഒരു ക്ലാസ് ശ്രദ്ധിച്ചു പോയി അതിനെ സംബന്ധിച്ച് ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പുറകെ വരുന്ന ഇതേ ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ എത്തപ്പെടുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും അത് വളരെ ഫലപ്രദവും ഗുണപ്രദവും ആയിരിക്കും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്.